പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ പ്രതിയുടെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുണ്ട്. ബാലഗോപാൽ, നേരത്തെ പ്രതി താൻ നിരപരാധിയാണ്, അതിനുള്ള തെളിവുകളുണ്ട് എന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഒരു ആദ്യഘട്ടത്തിലെങ്കിലും അനുകൂല തീരുമാനം അല്ലേ? ദിവിഷ, ഇത് ഒരു സ്വാഭാവിക നിയമ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസിൽ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരായിട്ടാണ് അമീറുൽ ഇസ്ലാം ഈ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ അമീറുൽ ഇസ്ലാമിന്റെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കുവാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനായി തൃശൂർ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിനോട് ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഈ കുറ്റവാളിയുടെ മാനസിക പരിശോധന നടത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും വേണ്ടിയാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഈ ഇദ്ദേഹം കഴിഞ്ഞിരുന്ന ജയിലുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സമർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ അന്തിമ തീർപ്പ് ഉണ്ടാകുന്നത് വരെയാണ് ഈ സ്റ്റേ ഉത്തരവ് പ്രാബല്യം ഉണ്ടാകുകയെന്നും ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഉത്തരവ് ഉടനടി തന്നെ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ മുഖാന്തരം ഈ ജയിൽ സൂപ്രണ്ടിന് കൈമാറുവാനും സുപ്രീം കോടതി ഈ ഉത്തരവിൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന്റെ മറുപടിയും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളും ലഭിച്ചതിന് ശേഷമായിരിക്കും സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർവാദം കേൾക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറുവാൻ ഹൈക്കോടതിയോടും അതുപോലെ തന്നെ വിചാരണ കോടതിയോടും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു.